ഇന്ന് ഏതായാലും ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതായത് ഞങ്ങൾ നിലമ്പൂർ ഒരു സൂപ്പർ കടയുണ്ട്, നല്ല പടപ്പൻ ബീഫ് കിട്ടുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. അവിടെ ചെന്നപ്പോൾ തന്നെ 2 പോത്തിനെ വെട്ടി തൂക്കിയിട്ടേക്കുക. ഒന്നും നോക്കില്ല, നമ്മളെ കൈക്കോവൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഇറച്ചി മേടിച്ച്. ഇന്ന് തിരക്കായതുകൊണ്ട് അവർ മുറിച്ച് തന്നില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാണ് അവനെ മുറിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മുറിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഇനി അത് ഒരു 4 പ്രാവശ്യമായിട്ട് ഒന്ന് കഴുകി അവനെ ഒന്ന് വൃത്തിയാക്കണം. എന്നാലേ അവൻ്റെ ഇറച്ചിയിലെ ബ്ലഡൊക്കെ ഇങ്ങോട്ട് പോകത്തുള്ളൂ. അങ്ങനെ അരിഞ്ഞരി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ ബീഫാണ്, വലിയ വേസ്റ്റൊന്നും ഇല്ലാത്ത ബീഫാണ്. എന്നിട്ട് കഴുകാൻ നമ്മളോട് തുടങ്ങുകയാണ്. ഇതിനെ കഴുകുന്ന ഒരു 3-4 പ്രാവശ്യം വരെ കഴുകണം, എന്നാലും ഒന്ന് റെഡിയായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് കഴുകി അങ്ങോട്ട് റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 4 സവാള, 2 വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി ഒരു നല്ലൊരു കഷ്ണം, പിന്നെ ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി കറിവേപ്പിലയൊക്കെ എടുത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് അരിഞ്ഞ് ലെവലാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഇവനെ ഒന്ന് അടിച്ച് ലെവലാക്കും. സവാള അരിയുമ്പോൾ ഒരേ ലെവൽ അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വഴറ്റിയെടുക്കാൻ ഒരേപോലെ വഴന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരേ ലെവലിലാണ് സവാളയൊക്കെ അരിയുന്നത്. അങ്ങനെ സവാള നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞ് ഇനിയും ഒരു 3 തക്കാളിക്കാട് ഇതിന് ആവശ്യമുണ്ട്. ഇതിനാവശ്യമായ പൊടികൾ 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗരം മസാലയാണ്, അതൊരു 1 ടീസ്പൂൺ അതും വേണം. പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഉപയോഗിക്കും. പിന്നെ മല്ലിയിലയൊക്കെ നമ്മൾ റെഡിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ്, കരിയാപ്പിലയൊക്കെ. അതിനുശേഷം നമ്മൾ ഒരു ചട്ടിക്കകത്തോട്ട് നമ്മുടെ കഴുകി വെച്ചിരുന്ന ബീഫും ഒരു നല്ലൊരു സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഉപ്പ് കലക്കി വെച്ചിരിക്കുകയാണ്, കല്ലുപ്പ് മേടിച്ച്. അതിനകത്ത് ഒരു 2 ടീസ്പൂണ് വെള്ളം ഉപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് ശരിക്കും നമ്മളിതിനെ മിക്സ് ചെയ്യണം. പിന്നീട് വിറകടുപ്പിൽ നമ്മൾ ഇതിനെ നല്ലപോലെ വേവിച്ചെടുക്കണം. ബീഫ് വേകുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നല്ല മൺചട്ടിയിൽ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അതിലിട്ട് ഇളക്കിയിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ഇളക്കി പിടിച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റായി പോകും. അതിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം നമുക്ക് കരിയാപ്പില അതിനകത്ത് ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നല്ല കളറായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനകത്ത് ആഡ് ചെയ്തിട്ട് അതൊരു ചെറിയൊരു പേസ്റ്റ് രൂപത്തിലൊക്കെ ആകുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മുടെ പൊടികളൊക്കെ, അതുകൂടെ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്ത് ഒത്തിരി നേരത്ത് ഇട്ടുകൊണ്ടിരിക്കല്. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കായപ്പൊടിയുടെ നമുക്കതിനകത്ത് ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കി ചെറിയൊരു സ്മെല്ല് വരുന്നിടം വരെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തുനിന്ന് അതിൽ തന്നെ വെള്ളമുണ്ട് കുറച്ച്. അതിനകത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം. അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്നിടം വരെ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. തിളച്ച് വരുന്നുണ്ട് നമ്മുടെ
മസാലയൊക്കെ നല്ലപോലെ തിളച്ച് ലെവലായിട്ട് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ച് ലെവലായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നമ്മുടെ ബീഫ് അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ്. ഒത്തിരി വെള്ളം ഒഴിച്ച് ഇത് കറി പോലെ ആയി കളയല്ലേ. അതിനുശേഷം നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ്. അതിലേക്ക് നമ്മുടെ മല്ലിയിലയൊക്കെ ആഡ് ചെയ്യുകയാണ്. മല്ലിയില ഇട്ടതിന് ശേഷം ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത്, അതിൻ്റെ ആ ടേസ്റ്റിൽ അങ്ങ് പോവും. ഓൾമോസ്റ്റ് നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ.